ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ ജനനനിരക്കിലുണ്ടായിരിക്കുന്ന ഗണ്യമായ കുറവ് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. ഒരു സ്ത്രീ തന്റെ ജീവിതകാലയളവിൽ പ്രസവിക്കുന്ന കുട്ടികളുടെ ശരാശരി കണക്കാക്കുന്ന ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് ചരിത്രത്തിലാദ്യമായി 1.9 എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ റീപ്ലേസ്മെന്റ് ലെവലായ 2.1 എന്ന നിരക്കിനേക്കാൾ താഴെയാണിത്. ഡൽഹിയിൽ ഈ നിരക്ക് 1.2 ആയി ചുരുങ്ങിയപ്പോൾ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത് 1.5-ൽ താഴെയാണ്. നോർവേ, ഫിൻലൻഡ് തുടങ്ങിയ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ അവസ്ഥയാണിത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ ജനനനിരക്ക് ഇപ്പോഴും ഉയർന്ന നിലയിൽ തുടരുന്നുണ്ട്. സ്പേസ് എക്സ് തലവൻ ഇലോൺ മസ്ക് ഈ സാഹചര്യത്തെ വലിയൊരു അപകടസൂചനയായി വിശേഷിപ്പിച്ചു. നിലവിലെ സ്ഥിതി തുടർന്നാൽ 2030 മുതൽ രാജ്യത്തെ ജനസംഖ്യ കുറഞ്ഞു തുടങ്ങുമെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായ സഞ്ജീവ് സന്യാൽ മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിൽ മേഖലയിൽ യുവാക്കളുടെ കുറവും പ്രായമായവരുടെ വർധനവും ഭാവിയിൽ വലിയ സാമ്പത്തിക, സാമൂഹിക പ്രതിസന്ധികൾക്ക് കാരണമായേക്കാം. ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.